നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. വാഹനാപകടത്തിൽ മരിച്ച അധ്യാപക ദമ്പതികൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കൊട്ടാരക്കര സെന്റ് മേരീസ് ഹൈസ്കൂളിലും ഒറ്റക്കൽ ഗവൺമെന്റ് HSSലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഉറുകുന്ന ലൂർദ് മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. റെയിൽവേ ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച യുവജന സംഘടനകൾ പുനലൂരിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ മന്ത്രിയുടെ കോലം കത്തിച്ചു. കേരളത്തോട് NDA സർക്കാർ പകതീർക്കുകയാണെന്ന് യുവജന സംഘടനകൾ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ പഞ്ചായത്തുകളിൽ അംഗൻവാടി ജീവനക്കാരെ നിയമിക്കുന്നതിന് രൂപം കൊടുത്ത സമിതിക്കെതിരെ CPI അംഗം രംഗത്ത്. സമിതി രൂപീകരണത്തിൽ CDPO രാഷ്ട്രീയ പക്ഷപാതം കാട്ടിയെന്ന് ആരോപണം. വാഹനാപകടത്തിൽ മരിച്ച അധ്യാപക ദമ്പതികൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കൊട്ടാരക്കര സെന്റ് മേരീസ് ഹൈസ്കൂളിലും ഒറ്റക്കൽ ഗവൺമെന്റ് HSSലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഉറുകുന്ന ലൂർദ് മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. മരിച്ച AV സാധു ഹെഡ്മാസ്റ്ററായിരുന്ന കൊട്ടാരക്കര സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങൾ തുടർന്ന് വിലാപയാത്രയായാണ് മേരി അമല അധ്യാപികയായിരുന്ന ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചത്. നമ്മെ സ്നേഹിച്ചവരുടെ ഭൗതിക ശരീരത്തിന് കൊട്ടാരക്കരയിൽ പൗരാവലിയും മേലധികാരികളും നൽകിയ ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:30 ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ദമ്പതികളുടെ ഭൌതിക ശരീരം പൊതുദർശനത്തിനായി എത്തിച്ചു. സ്കൂൾ ഓഡിറ്റോറിയം ഇതിനായി അധികൃതരും PTA ചേർന്ന് സജ്ജീകരിച്ചു. കണ്ണീരും നിലവിളികളുമായാണ് വിദ്യാർത്ഥികളും സഹ അധ്യാപകരും തങ്ങളുടെ പ്രിയപ്പെട്ട അമല ടീച്ചറെയും AV സാധു സാറിനെയും ഒരു നോക്ക് കാണാൻ കാത്തുനിന്നത്. ആദ്യം വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അധ്യാപികയ്ക്ക് യാത്രയയപ്പ് നൽകാൻ അവസരമൊരുക്കി. പുഷ്പങ്ങളിൽ കണ്ണീർ ചാലിച്ചാണ് കുട്ടികൾ ടീച്ചറുടെ കാൽക്കൽ സമർപ്പിച്ച് കടന്നുപോയത്. തുടർന്ന് സഹ അധ്യാപകർക്കും നാട്ടുകാർക്കും മൃതദേഹം കാണാൻ അവസരമൊരുക്കി. സഹ അധ്യാപകരിൽ പലരും വീണ്ടും വീണ്ടും ടീച്ചറെ ഒരു നോക്ക് കാണാൻ വരികളിലെത്തി. കിഴക്കൻ മേഖലയിലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും വ്യവസായ പ്രമുഖരും ബന്ധുമിത്രാദികളും അധ്യാപക ദമ്പതികൾക്ക് യാത്രയയപ്പ് നൽകാൻ എത്തിച്ചേർന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൌതിക ശരീരം ദമ്പതികളുടെ ഉറുകുന്നിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. ഇവരുടെ മക്കളായ തേജസും ജ്യോതിസും മാതാപിതാക്കളുടെ വേർപാടിൽ കണ്ണീരോടെ അന്ത്യശുശ്രൂഷകൾക്ക് സാക്ഷിയായി. തുടർന്ന് ഉറുകുന്ന ലൂർദ് മാതാ കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തു. അന്ത്യശുശ്രൂഷ സമയത്ത് പെയ്ത കനത്ത മഴയെയും അവഗണിച്ച് ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. റെയിൽവേ ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് യുവജന സംഘടനകൾ പുനലൂരിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ മന്ത്രിയുടെ കോലം കത്തിച്ചു. കേരളത്തോട് NDA സർക്കാർ പകതീർക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസും AYFും ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡയുടെ കോലം കത്തിച്ചു. തുടർന്ന് ചേർന്ന ധർണ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഞ്ജു ബുഖാരി ഉദ്ഘാടനം ചെയ്തു. കേരളം പോലെ ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇതൊരു പകവീട്ടലാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്തു നിന്നും ഒരു MPയെ പോലും NDA ഗവൺമെന്റിന് ചുട്ടുതിന്നാൻ പോലും കിട്ടാത്തതിൽ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും അവരോടുള്ള വൈരാഗ്യം തീർക്കുകയുമാണ് കേരളത്തിലെ കേന്ദ്രത്തിൽ NDA ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിന്റെയും പോഷക കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ പോഷക സംഘടനകളും മുന്നോട്ട് വരികയാണ്. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് S സനൽകുമാർ അധ്യക്ഷനായി. N അജിത്, നിയോജക മണ്ഡലം സെക്രട്ടറി മൻസൂർ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ P വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. DYFI പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്തുനിന്ന് ആരംഭിച്ചു. ടൌൺ ചുറ്റിയ പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു.
തുടർന്നു ചേർന്ന ധർണ ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി ശരൺ ശശി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ചെങ്കോട്ട ബ്രോഡ് ഗേജിന് ₹1 പോലും വക കൊള്ളിക്കാത്ത ബിജെപി സർക്കാർ പുനലൂരിലെ ജനങ്ങളുടെ പ്രതികരണശേഷി ചോദ്യം ചെയ്യുകയായിരുന്നുവെന്ന് ശരൺ ശശി പറഞ്ഞു. എഐവൈഎഫ് പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം സിപിഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ചു. ടൌൺ ചുറ്റിയ പ്രകടനം പോസ്റ്റ് ഓഫീസ് കവലയിൽ സമാപിച്ചു. തുടർന്നു ചേർന്ന ധർണ മണ്ഡലം സെക്രട്ടറി VS പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനതയോട് ബിജെപി ഗവൺമെന്റ് ഒരു പകപോക്കൽ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു പകപോക്കൽ സമീപനമാണ് ഈ ബഡ്ജറ്റിൽ കേരളത്തെ ഇത്ര കണ്ട് നിരാശാജനകമായ ഒരു ബഡ്ജറ്റ്. കേരളത്തിന് പുതിയതായി തീവണ്ടികളില്ല, കേരളത്തിന് പുതിയതായി വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ല. അതുപോലെ തന്നെയാണ് കൊല്ലം ജില്ലയുടെ റെയിൽവേ ഭൂപടത്തിൽ തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. നമുക്കറിയാൻ കഴിയും, നമ്മുടെ പുനലൂരിനെയും അന്തർ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന കൊല്ലം ചെങ്കോട്ട ഗേജ് പാതയുടെ ഒരു പൈസ പോലും മാറ്റിവെക്കാത്ത സ്ഥിതിയാണ്. എഐവൈഎഫ് മണ്ഡലം പ്രസിഡന്റ് ഐ മൻസൂർ, എഐവൈഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ശരത് കുമാർ തുടങ്ങിയവർ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വെട്ടിക്കവല പാലമുക്ക് ITI അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ എഐവൈഎഫ് പ്രവർത്തകർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസറെ ഉപരോധിച്ചു. വിജയശതമാനം കുറഞ്ഞതിനെ തുടർന്നാണ് ITI പൂട്ടാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടത്. ചൊവ്വാഴ്ച രാവിലെ പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ പട്ടികജാതി വികസന ബോർഡ് ഓഫീസറായ S. ദിലീപിനെ ഉപരോധിക്കുകയായിരുന്നു. പട്ടികജാതി വികസന ബോർഡിന്റെ കീഴിലുള്ള പാലമുക്കിലെ ITIയിൽ വിജയം 15% കുറഞ്ഞ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉത്തരവിറക്കിയിരുന്നു. 2014-2015 പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനവും നിർത്തിവയ്പ്പിച്ചു. ജൂലൈ മാസം 9-ാം തീയതി അഡ്മിഷൻ നടക്കേണ്ടുന്ന ആ സ്ഥാപനത്തിൽ ഈ പ്രദേശത്തെയും മറ്റു പല പ്രദേശങ്ങളിലെയും പട്ടികജാതി വിദ്യാർത്ഥികൾ പഠിക്കുവാൻ വേണ്ടി അപേക്ഷയുമായി എത്തിയപ്പോൾ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ഈ വർഷം മുതൽ അവിടെ അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്നും ഈ സ്ഥാപനത്തിൽ ഇനി മുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് അവിടുത്തെ അധ്യാപകർ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ നിന്ന് അപേക്ഷാ ഫോം വിതരണം ചെയ്യുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് സർക്കാർ ഇവിടെ ITI സ്ഥാപിച്ചിരിക്കുന്നത്. ജില്ലയിൽ തന്നെ ഈ മേഖലയിൽ വിരലിലെണ്ണാവുന്ന പഠന കേന്ദ്രങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇത് അടച്ചുപൂട്ടുന്നതോടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് എഐവൈഎഫ് പ്രവർത്തകർ ആരോപിച്ചു. 10ാം ക്ലാസ് തോറ്റവർക്കാണ് അവിടെ പഠന സാധ്യതയുള്ളത്. അപ്പോൾ അവർ മുൻകാലങ്ങളിൽ മലയാളത്തിലാണ് ഇത് പഠിച്ചുകൊണ്ടിരുന്നതും പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഒരു വിദ്യാർത്ഥിയും അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയും പ്രാക്ടിക്കലിൽ പരാജയപ്പെട്ടിട്ടില്ല. തിയറിയിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിയറിയിൽ മാത്രമാണ് പരാജയപ്പെട്ടുള്ളത്, പ്രാക്ടിക്കലിൽ പരാജയപ്പെട്ടിട്ടില്ല. MBA-കാരനാണ് ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത്. പ്രത്യേക സിലബസിലാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി അവിടെ പഠിപ്പിക്കുന്നത് നടക്കുന്നത്. അപ്പോ ആ നിലവാരത്തിലുള്ളവർ പഠിപ്പിക്കുകയും ഇംഗ്ലീഷ് മാധ്യമമാക്കി പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്താൽ ഈ 10ാം ക്ലാസ് തോറ്റവർ എങ്ങനെ പരീക്ഷ എഴുതി പാസ്സാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നേ ഉള്ളൂ. അപ്പോൾ തെറ്റായ ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇത് പൂട്ടാൻ തീരുമാനിച്ചത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് ഒരു വിഭാഗം ജനങ്ങളോടുള്ള അവഗണനയാണ്. സ്വകാര്യ ITIകളെ സഹായിക്കുകയാണ് ഈ നടപടിയിലൂടെ സർക്കാർ ചെയ്യുന്നതെന്നും ഇതിന് വെട്ടിക്കവല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ കൂട്ടുനിൽക്കുന്നുവെന്നും എഐവൈഎഫ് ആരോപിച്ചു. പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നും 3 ദിവസത്തിനകം പ്രിൻസിപ്പൽ സെക്രട്ടറി വിഷയത്തിൽ തീരുമാനം പറയുമെന്നുമുള്ള പട്ടികജാതി വികസന ഓഫീസർ S. ദിലീപിന്റെ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ചു. CPI വെട്ടിക്കവല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS ജയചന്ദ്രൻ, AIVF കുന്നിക്കോട് മണ്ഡലം സെക്രട്ടറി M. മഹേഷ്, വെട്ടിക്കവല അജയകുമാർ, അമൽ ജ്യോതി, റോയ് കരിക്കം എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ദേശീയപാതയിൽ ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വീണ്ടും വാഹനാപകടം. ചൊവ്വാഴ്ച വൈകിട്ട് കാറും പച്ചക്കറി ലോറിയും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ പുനലൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇളമണ്ണൂർ സ്വദേശികളായ തടത്തിൽ ഷാലോം ഹൌസിൽ റെജി ചാക്കോ, സാലമ്മ റെജി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. സ്കൂളിന് സമീപം റോഡിൽ വഴുക്കലായതിനാൽ ദേശീയപാത അധികൃതർ റോഡ് JCB ഉപയോഗിച്ച് ഇളക്കി പരുക്കനാക്കിയ ശേഷമാണ് വീണ്ടും പ്രദേശത്ത് അപകടം നടന്നത്. ഇത് സ്കൂൾ അധികൃതരെയും നാട്ടുകാരെയും ഞെട്ടിച്ചു. ലോറി ഓവർടേക്ക് എന്നപ്പോഴത്തേനും അതിന്റെ ഒരു സൈഡ് ബാക്ക് കിടക്കുന്ന ആ സൈഡായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിലോട്ട് ഇടിച്ച് കയറുമായിരുന്നു. വണ്ടി എന്നിട്ട് തെന്നി മാറിയിട്ടുണ്ട്. ഇവിടെ ഒന്നാമത് തെന്നലുള്ള ഏരിയയാണ്. സ്കൂൾ ജംഗ്ഷനായിട്ട് പോലും ഇവിടെ ഒരു ബമ്പോ അല്ലെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും ഒരു സാധനം സ്ഥാപിക്കാൻ ഇതുവരെയും ആരും തയ്യാറായിട്ടില്ല. അപ്പോൾ അതിനുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയുള്ള സമയങ്ങളിൽ
ഉണ്ടാവുന്നതായിരിക്കും. കുട്ടികൾ ബസ് കാത്തു നിൽക്കാറുള്ള സ്ഥലത്താണ് കാർ ഇടിച്ചു കയറിയത്. റോഡ് റീടാറിംഗ് ചെയ്യാമെന്ന അധികൃതർ ഏറ്റിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കാൻ കാലതാമസം വരുന്നത് നാട്ടുകാരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ദേശീയപാതാ വിഭാഗത്തിന്റെ കേന്ദ്ര ഓഫീസുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് BJP മണ്ഡലം സെക്രട്ടറി ഇടമൻ റജി ലൈവ് വാർത്തയോട് പറഞ്ഞു. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ അധികാരികളെ കണ്ട് ഈ പ്രദേശത്ത് അപകടം ഒഴിവാക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ചെയ്യാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ പഞ്ചായത്തുകളിൽ അംഗൻവാടി ജീവനക്കാരെ നിയമിക്കുന്നതിന് രൂപം കൊടുത്ത സമിതിക്കെതിരെ CPI അംഗം രംഗത്ത്. സമിതി രൂപീകരണത്തിൽ CDPO രാഷ്ട്രീയ പക്ഷപാതം കാട്ടിയെന്നാണ് ആരോപണം. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിൽപ്പെടുന്ന അംഗൻവാടികളിൽ വർക്കർമാരെയും ഹെൽപ്പർമാരെയും നിയമിക്കുന്നതിനായുള്ള സമിതിക്കെതിരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPI അംഗവുമായ കിരൺ കെ കൃഷ്ണ രംഗത്ത് വന്നത്. സമിതി അംഗങ്ങളെ നിയമിച്ചതിൽ CDPO രാഷ്ട്രീയ പക്ഷപാതം കാണിച്ചതായും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്റർവ്യൂ ബോർഡ് അംഗീകരിക്കില്ലെന്നും കിരൺ കെ കൃഷ്ണ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ പ്രദേശത്ത് ഓരോ പഞ്ചായത്തിലും അതത് പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് ഈ സമിതി രൂപീകരിക്കുന്നത്. അവരുടെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട ഒഴിവുകൾ നികത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു ലിസ്റ്റ്, ഇപ്പോൾ പത്തനാപുരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ തന്നെ സാമൂഹ്യ പ്രവർത്തകരായി ഒരു ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രം കടന്നു വരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായും CPM-മായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ CPM-മായി മാത്രമുള്ളവർ വന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സമിതി എടുക്കുമ്പോൾ സ്വാഭാവികമായി ആ സമിതിയിൽ അംഗങ്ങളെ സംബന്ധിച്ച് അതിന് സമിതി എടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് CDPO-യോടാണ്. ഉത്തരവ് പ്രകാരം CDPO ആണ് ഈ ലിസ്റ്റ് ജില്ലാ ഓഫീസിൽ കൊടുക്കേണ്ടത്. ആ CDPO ഈ ലിസ്റ്റ് കണ്ടെത്തിയ വിധം, അതല്ലെങ്കിൽ ഈ അംഗങ്ങളെ കണ്ടെത്തിയ മാർഗം അതെന്താണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സമിതി രൂപീകരണം വിവാദമായ പശ്ചാത്തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി വ്യാഴാഴ്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും കിരൺ കെ കൃഷ്ണ പറഞ്ഞു. ഉത്തരവും അതോടൊപ്പം തന്നെ CDPO കൊടുത്തിട്ടുള്ള ലിസ്റ്റും അതിൽ കൊടുത്തിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചും ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളുമായിട്ട് ചേർന്ന് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായി അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും നാളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ CDPO ഇതിന്റെ ഉത്തരവ് സഹിതം അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ തെരഞ്ഞെടുത്ത മാർഗം എങ്ങനെയാണ്, ഇവരെ എങ്ങനെയാണ് ഈ ഇത്രയധികം ആളുകളിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വിരലിലുണ്ടാവുന്ന പ്രവർത്തകരല്ലല്ലോ പത്തനാപുരം പ്രദേശത്തുള്ളത്. അപ്പോൾ ആ സാമൂഹ്യ പ്രവർത്തകരിൽ നിന്ന് ഇവരെ വേർതിരിച്ചെടുക്കാൻ ഏത് മാർഗമാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാൽ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനങ്ങൾക്കായുള്ള സമിതി രൂപീകരണത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനോ ഭരണസമിതിക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് വൈസ് പ്രസിഡന്റ് S. മുഹമ്മദ് അസ്ലം പറഞ്ഞു. സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ വലിച്ചിഴച്ചത് പ്രതിഷേധാർഹമാണെന്നും മുഹമ്മദ് അസ്ലം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല. പുതിയ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് അതാത് ഗ്രാമപഞ്ചായത്തുകളാണ് വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തേണ്ട ഒരു ഇന്റർവ്യൂ സമിതിയെ തിരഞ്ഞെടുക്കേണ്ടത്. ആ സമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റാണ് ചെയർമാൻ ഓർ ചെയർപേഴ്സൺ. അതിൽ കൺവീനറായി വരുന്നത് CDPO ആണ്. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി അതിലൊരു മെമ്പറാണ്. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് മറ്റൊരു മെമ്പർ. പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസറാണ് മറ്റൊരു മെമ്പർ. പ്രോഗ്രാം ഓഫീസർ ജില്ലാതല ICDS സെൽ മറ്റൊരു മെമ്പർ. അങ്ങനെ 6 പേരാണ് ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നത് വഴി മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 7ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തകരായ 5 പേർ. ആ 5 പേരെ ലിസ്റ്റ് തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് ലിസ്റ്റ് തയ്യാറാക്കി CDPO വഴി ജില്ലാ ICDS സെല്ലിന് സമർപ്പിക്കുന്നു. അവിടെ നിന്നും അത് തീരുമാനമായി പഞ്ചായത്തിലേക്ക് വരുന്നു. അതാണ് ഗവൺമെന്റിന്റെ പുതിയ ഓർഡർ. എന്നാൽ സമിതി അംഗങ്ങളെ എങ്ങനെ തിരഞ്ഞെടുത്തുവെന്നോ ആര് തീരുമാനിച്ചുവെന്നോ വ്യക്തമാക്കാൻ CDPO-യോ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയോ തയ്യാറാകാത്തത് ദുരൂഹത സൃഷ്ടിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
18 ലക്ഷം രൂപ ചിലവിട്ട് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് കല്ലുവെട്ടാംകുഴിയിലെ പൊതുശ്മശാനത്തിന്റെ നവീകരണം പൂർത്തിയാക്കി. സമീപ പഞ്ചായത്തുകളിലെ മൃതദേഹങ്ങൾ കുറഞ്ഞ ചെലവിൽ ഇനി ഇവിടെ സംസ്കരിക്കാം. വൈകാതെ ശ്മശാനം തുറന്നു നൽകും. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2013-2014 പെടുത്തിയാണ് കാട് കയറിക്കിടന്ന പൊതുശ്മശാനത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ, ഗേറ്റ്, ബലിത്തറ, കിണർ, ദഹിപ്പിക്കുന്നതിനും മറ്റ് കർമ്മങ്ങൾ നടത്തുന്നതിനുമുള്ള സൌകര്യം എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. കാടുകയറിയ നിലയിലായതിനാൽ ഇവിടെ പൊതുജനങ്ങൾക്ക് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് സാധിച്ചിരുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടയ്ക്കിടെ കാട് തെളിക്കുന്നതൊഴിച്ചാൽ മറ്റ് പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് നവീകരണം നടപ്പാക്കിയത്. ശ്മശാനം എത്രയും വേഗം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. അടുക്കള പൊളിച്ച് ഒരാൾ ആ കുടുംബത്തിലെ ഒരാളുടെ മൃതദേഹം മറവ് ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റിന്റെ ധനസഹായത്തോടു കൂടി പഞ്ചായത്തിന്റെ വിഹിതവും കൂടി ചേർത്തുകൊണ്ട് 18 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് കല്ലുവെട്ടാംകുഴി പഞ്ചായത്തിന്റെ ശ്മശാനം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുകയും ഗേറ്റ് വെച്ച് സംരക്ഷിക്കുകയും അതോടൊപ്പം മറ്റ് നിരവധിയായ ഹൈന്ദവ സംഘടനകളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ വിശ്വാസികളുടെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആളുകളുടെ ആവശ്യപ്രകാരം അവിടെ ബലിത്തറയും കിണറും ദഹനപ്പുരയും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരണം എന്നുള്ളൊരു ആവശ്യം പല ഭാഗങ്ങളിലായിട്ട് പല ഗ്രാമസഭകളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതുവായ ഒരു ശ്മശാനം എന്നുള്ള രീതിയിൽ ഏതൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളിനും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുകയാണ്. അതോടൊപ്പം RPL അടക്കമുള്ള പ്രദേശങ്ങൾ, മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ, അവിടെ നിന്നെല്ലാമുള്ള മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലയ്ക്ക് അനുവദിച്ച പട്ടികജാതി പട്ടികവർഗ കോടതി പുനലൂരിൽ സ്ഥാപിക്കണമെന്ന് MLA അഡ്വക്കേറ്റ് കെ രാജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആദിവാസി വിഭാഗങ്ങൾക്ക് എത്തിച്ചേരാൻ സൌകര്യം പുനലൂരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ഗവൺമെന്റ് ഹൈക്കോടതിയുമായി ചേർന്നുകൊണ്ട് SC/ST വേണ്ടി സ്പെഷ്യൽ കോടതികൾ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശമനുസരിച്ച് സ്പെഷ്യൽ കോടതികൾ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ഒരു SC/ST കോടതി അനുവദിച്ചിട്ടുണ്ട്. അത് കൊല്ലം ജില്ലയിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഇതിനോടകം തന്നെ ഹൈക്കോടതി അതുപോലെ തന്നെ സർക്കാർ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൊല്ലം ജില്ലയിൽ എവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊല്ലത്തും അതുപോലെ തന്നെ കൊട്ടാരക്കരയുമുള്ള ബാർ അസോസിയേഷനുകൾ ഈ ആവശ്യമില്ല. എനിക്ക് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് യഥാർത്ഥത്തിൽ അഭിഭാഷകരുടെ ആവശ്യമല്ല പ്രധാനം, മറിച്ച് ഇതിൽ ഉൾപ്പെട്ടു വരുന്ന കക്ഷികളുടെ താല്പര്യമാണ്, ജനങ്ങളുടെ താല്പര്യമാണ് ഗവൺമെൻറ് ഹൈക്കോടതിയിൽ പരിഗണിക്കേണ്ടത്. പുനലൂർ താലൂക്കിലും അതുപോലെ തന്നെ തൊട്ടടുത്ത് ചേർന്ന് കിടന്ന ഇതുവരെ ഒറ്റ താലൂക്കായിരുന്ന പത്തനാപുരം താലൂക്കിലുമാണ് ST വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും താമസിക്കുന്നത്. ഏതാണ്ട് 5000-ത്തിനടുത്താണ് ST ജനസംഖ്യ നമ്മുടെ ജില്ലയിൽ. അതിൽ 4800-ലധികം ആളുകൾ താമസിക്കുന്നത് ഈ പുനലൂർ താലൂക്കിലാണ്. നിരവധിയായിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ, നിരവധിയായിട്ടുള്ള ആദിവാസി കോളനികൾ ഇതെല്ലാം തന്നെ ഉള്ളത് ഈ പുനലൂർ താലൂക്കിലാണ്. അച്ചൻകോവില്, അതുപോലെ തന്നെ കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, ഈ പുനലൂരിനോട് ചേർന്ന് കിടന്നിരിക്കുന്ന കുരിയോട്ടുമല, പറവന്തൂർ വില്ലേജ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ. മറ്റ് ജില്ലകളുടെ സ്ഥിതി പറഞ്ഞാലും ജില്ലകളുടെ കിഴക്കൻ പ്രദേശമായിട്ടുള്ള കോന്നി, റാന്നി മേഖലകളിലാണ് ആദിവാസികൾ താമസിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ആദിവാസികൾ താമസിക്കുന്നത് പാലോടും അതുപോലെ തന്നെ നെടുമങ്ങാട് ആ മേഖലകളിലാണ്. ഇവിടെ നിന്നെല്ലാം പുനലൂരിൽ എത്തിച്ചേരുന്നതിനാണ് ഏറ്റവും സൗകര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ SC/ST കോടതി പുനലൂരിൽ തന്നെ സ്ഥാപിക്കണം. അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലയുടെ ചാർജുള്ള ഹൈക്കോടതി ജഡ്ജി ഇവിടെ സന്ദർശിച്ചപ്പോൾ ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറയിൽ സ്കൂളിന് സമീപം ടിപ്പർ ലോറികൾ നടത്തുന്ന അനധികൃത പാർക്കിംഗ് കുട്ടികളുടെ ജീവന് ഭീഷണിയാകുന്നതായി കടയ്ക്കൽ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നിർദ്ദിഷ്ട അളവിൽ കൂടുതൽ പാറ കയറ്റുന്നതിനാൽ ഓട്ടത്തിനിടെ ഇവ പുറത്തേക്ക് തെറിച്ചു വീഴാറുമുണ്ട്.
ചിതറ ഗവൺമെന്റ് HSSനു സമീപത്തെ വളവിൽ ടിപ്പർ ലോറികൾ പാർക്ക് ചെയ്യുന്നത് സ്കൂൾ കുട്ടികളുടെ ജീവന് ഭീഷണിയാകുന്നു. വളവിൽ ടിപ്പർ പാർക്ക് ചെയ്യുന്നത് മൂലം റോഡ് മുറിച്ചു കിടക്കുന്ന കുട്ടികൾക്ക് എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും കാണാൻ കഴിയുന്നില്ല. ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. മുമ്പ് പലതവണ പോലീസ് വിലക്കിയ ഈ പാർക്കിംഗ് നിർബാധം തുടരുകയാണ്. ഇപ്പോൾ അമിത ലോഡുമായാണ് ടിപ്പറുകൾ സഞ്ചരിക്കുന്നത്. രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിൽ ടിപ്പർ സർവീസ് വിലക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ടിപ്പർ ലോറികൾ ഈ നിയമം പാലിക്കുന്നില്ല. ലോറി ക്യാബിന്റെ ഉയരത്തേക്കാൾ കൂടുതൽ ഉയരത്തിൽ പാറ കയറ്റി പോകുന്ന ടിപ്പറുകൾ വഴിയാത്രക്കാർക്കും ഭീഷണിയാണ്. ഓട്ടത്തിനിടയ്ക്ക് പാറയും വെറ്റിലും റോഡിലേക്ക് തെറിച്ചു വീഴുന്നത് ഇവിടെ നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രതിഭകളുടെ പ്രോത്സാഹനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി ഏർപ്പെടുത്തിയ MLA മെറിറ്റ് അവാർഡ് വ്യാഴാഴ്ച അർഹർക്ക് സമ്മാനിക്കുമെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. സിവിൽ സർവീസ് റാങ്ക് ജേതാവ് KK കൃഷ്ണപ്രസാദിനെ ചടങ്ങിൽ ആദരിക്കും. പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കി മെറിറ്റ് അവാർഡ് 2014 MLA മെറിറ്റ് അവാർഡ് 2014 എന്ന ഒരു പരിപാടി ഈ മാസം 10-ാം തീയതി വൈകിട്ട് 3:30 മണിക്ക് പുനലൂരിൽ രാജാരോഹിണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും SSLCക്ക് A+ നേടിയ കുട്ടികൾ, അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾ, ഈ കുട്ടികളെ ആദരിക്കുകയും അനുമോദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടാകെ തന്നെ പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായി ആണ് ഈ 2014 MLA മെറിറ്റ് അവാർഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിൻ്റെ MLA കൂടിയായിട്ടുള്ള, നേരത്തെ നിരവധി വർഷങ്ങളായി മെറിറ്റ് അവാർഡ് പദ്ധതി നടപ്പിലാക്കി വരുന്ന ശ്രീ മുല്ലക്കര രത്നാകരൻ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അവാർഡ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ ഷാജഹാൻ IAS. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ പ്രണബ് ജ്യോതിനാഥ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ S. ജയമോഹൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, DD വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കൊല്ലം, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ അവാർഡിന്റെ പൊതുവായ വിതരണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടക്കൽ കാഞ്ഞിരമൂട് സാന്ത്വനം കുടുംബശ്രീ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ തരം അച്ചാറുകൾ വിപണിയിലെത്തിച്ചു. CDS ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുതയിൽ വാർഡ് മെമ്പർ മധുര വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം കുടുംബശ്രീ സെക്രട്ടറി രമ്യ സ്വാഗതം പറഞ്ഞു. വിപണനോദ്ഘാടനം ചിതറ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജുദാസ് നിർവഹിച്ചു. ചിതറ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് അച്ചാർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹനാപകടത്തിൽ മരിച്ച അധ്യാപക ദമ്പതികൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കൊട്ടാരക്കര സെന്റ് മേരീസ് ഹൈസ്കൂളിലും ഒറ്റക്കൽ ഗവൺമെന്റ് HSSലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഉറുകുന്ന ലൂർദ് മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. റെയിൽവേ ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച യുവജന സംഘടനകൾ പുനലൂരിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ മന്ത്രിയുടെ കോലം കത്തിച്ചു. കേരളത്തോട് NDA സർക്കാർ പകതീർക്കുകയാണെന്ന് യുവജന സംഘടനകൾ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ പഞ്ചായത്തുകളിൽ അംഗൻവാടി ജീവനക്കാരെ നിയമിക്കുന്നതിന് രൂപം കൊടുത്ത സമിതിക്കെതിരെ CPI അംഗം രംഗത്ത്. സമിതി രൂപീകരണത്തിൽ CDPO രാഷ്ട്രീയ പക്ഷപാതം കാട്ടിയെന്ന് ആരോപണം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.